തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പുതിയ ഗവർണർമാർ. CV ആനന്ദബോസിന് പകരം തമിഴ്നാട് ഗവർണർ RN രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചു. കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കറാണ് തമിഴ്നാടിന്റെ അധിക ചുമതല അദ്ദേഹത്തിന് നൽകി. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് ഹസ്നിയാണ് ബീഹാറിന്റെ പുതിയ ഗവർണർ. രാകേഷ്, ഈ ഇലക്ഷൻ അടുത്തിരിക്കെയുള്ള ഈ നീക്കത്തിന്റെ കാരണം എന്തായിരിക്കും? എൽദോ, പലയിടങ്ങളിലെയും ഗവർണർ സ്ഥാനത്തിന് മാറ്റമുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിലെ ഗവർണറെ മാറ്റിയത് വലിയ ചർച്ചയ്ക്ക് ഇട നൽകിയിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ് ആദ്യം അത്തരത്തിൽ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാകാം ഇത്തരത്തിൽ CV ആനന്ദബോസിനെ മാറ്റിയതിന് പിന്നിൽ എന്ന പ്രതികരണം മമതാ ബാനർജി തന്നെ ഉന്നയിച്ചു. പ്രതിപക്ഷത്തെ പല നേതാക്കളും സമാനമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബംഗാൾ പിടിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കമെന്ന ആരോപണമൊക്കെ തന്നെ പല നേതാക്കളും പ്രതിപക്ഷ നിരകളിൽ നിന്ന് ഉന്നയിക്കുകയും ചെയ്തു. കാരണം CV ആനന്ദബോസ് ബംഗാളിന്റെ ഗവർണറായി ചുമതലയേൽക്കുന്നത് 2022 നവംബറിലാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഇപ്പോൾ 3.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായും കാലാവധി പൂർത്തിയാകാൻ ഇനിയും സമയമുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പ്രത്യേകിച്ച് 10-ാം തീയതിക്ക് ശേഷം ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന സ്ഥിതി നിൽക്കെ ഗവർണറെ മാറ്റിയത് പ്രത്യേകിച്ച് ബംഗാളിലെ സർക്കാർ അടക്കം മമതാ ബാനർജി വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ടെന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും സമാനമായ ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, CV ആനന്ദബോസിന് പകരം അവിടെ ചുമതല നൽകുന്നത് തമിഴ്നാട് ഗവർണറായിട്ടുള്ള N രവിക്കാണ് ചുമതല നൽകുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം തമിഴ്നാട് സർക്കാരുമായി നിരന്തരം പോരടിക്കുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൂടിയുള്ള ആരോപണം എന്നാണ് ഇപ്പോൾ തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും ഒക്കെ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നത്. CV ആനന്ദബോസിന്റെ അടുത്ത ചുമതല എന്തെന്ന കാര്യം വ്യക്തമല്ല. തീർച്ചയായും ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണമൊന്നും തന്നെ ഇതുവരെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇത് വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ മമതാ ബാനർജി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ഈ നടപടിയൊക്കെ തന്നെ ചോദ്യം ചെയ്തത്. മാത്രവുമല്ല, താനുമായി കൂടിയാലോചിക്കാതെയാണ് പുതിയ ഗവർണർ നിയമനം എന്നടക്കമുള്ള കാര്യങ്ങളും മമതാ ബാനർജി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മറ്റിടങ്ങളിൽ കൂടി ഗവർണർമാർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ശിവപ്രതാപ് ശുക്ല, അദ്ദേഹം നിലവിൽ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറാണ്. അദ്ദേഹത്തെ തെലങ്കാനയുടെ പുതിയ ഗവർണറായാണ് നിയോഗിച്ചിട്ടുള്ളത്. ജിഷ്ണുദേവ് വർമ്മ, അദ്ദേഹം നേരത്തെ തെലങ്കാനയുടെ ഗവർണറായിരുന്നെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. നാഗാലാൻഡിന്റെ ഗവർണറായി നന്ദകിഷോർ യാദവിനെ നിയമിച്ചിരിക്കുകയാണ്. സയ്യിദ് ഹസ്നൈനാണ് ബീഹാറിന്റെ പുതിയ ഗവർണറായി ചുമതല നൽകിയിരിക്കുന്നത്. തമിഴ്നാടിന്റെ അധിക ചുമതല കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കാണ്. ഇങ്ങനെ പലയിടത്തും ഗവർണർമാർക്ക് മാറ്റമുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി തരൺജിത് സന്ധുവിനെയും ചുമതല നൽകിയിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന നിയമനം ഇപ്പോൾ ബംഗാൾ ഗവർണറെ മാറ്റിയതും അവിടെ തമിഴ്നാട് ഗവർണറെ പുതിയ ഗവർണറായി നിയമിച്ചതുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് BJP വലിയ ഭരണം പിടിക്കാൻ ഏത് വിധേനയും ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊടുന്നനെയുള്ള നിയമനം വലിയ ചർച്ചകൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്നത്. എൽദോ, റൈറ്റ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഉൾപ്പെടെ അവിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ഗവർണർമാർ വരുന്നതിൻ്റെ സാഹചര്യമാണ് രാകേഷ് വിശദീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.